അതുകൊണ്ട് ജിബ്രീൽ വന്നിട്ട് പറയുന്നു, ഇതിലിരിക്കേണ്ട ആള് മുഹമ്മദ് നബിയാണ്. എവിടെയാണ് മുഹമ്മദ് നബി? അന്വേഷണമാണ്. മഹ്ശറയുടെ താഴ്വരയിലൂടെ ജിബ്രീൽ സഞ്ചരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഭാഗത്തിരുന്ന് റസൂലുള്ള പൊട്ടിക്കരയുകയാണ്. എന്തിനാ നബിയെ തങ്ങൾ കരയുന്നത്? ജിബ്രീലിന്റെ ചോദ്യമാണ്. അവിടെന്ന് പറയുന്നു, ആയിരിക്കുന്ന അമ്പിയാക്കളോടൊപ്പം ഞാനും അവിടെ മധ്യത്തിലിരിക്കാൻ ചെന്നാൽ അവരെ പിന്നീട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് ജിബ്രീലേ. എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ അറിയാതെ എനിക്കതിലിരിക്കാൻ പറ്റൂല. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, 1000 കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചൂട് അനുഭവിക്കാൻ പറ്റാതെയാണ് നമ്മുടെ റൂമിൽ AC വെച്ചത്, കാറിൽ AC വെച്ചത്. നമ്മുടെ പള്ളിയിലും AC ഉണ്ടായാൽ തിരക്കടില്ലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്ര പോലും ശക്തമായ ചൂടാണ്. ആ സൂര്യൻ നമ്മുടെ തലക്കുമേലെ ഒരു ചാണ് മുകളിൽ ഓടിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെത്ര ഭയാനകരമാണ്. നബിതങ്ങള് വിതുമ്പുകയാണ്. ഈ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് എന്റെ ഉമ്മത്തിവിടെ വെന്തു വരികയാണ്. അതുകൊണ്ട് ഇവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകൂല റബ്ബേ. ഞാൻ ആ കസേരയിലിരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അല്ലാഹു തആല നബിതങ്ങളെ സമാധാനിപ്പിക്കുന്നു. എല്ലാ അമ്പിയാക്കളും നഫ്സി നഫ്സി എന്ന് വിളിച്ചു പറയുന്നു. റസൂലുള്ള ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരയുന്നു. അല്ലാഹു തആല നബിതങ്ങളെ സമാധാനിപ്പിക്കുന്നു. നബിയേ, ഇവിടെ ഹിസാബിന്റെ വേദി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. സിറാത്ത് പാലം അവിടെ സ്ഥാപിക്കുന്നു. ഓരോരുത്തരുടെ തോതനുസരിച്ച് സിറാത്ത് പാലം വേഗതയിൽ വിട്ടുപോകുന്നു. ചില ആളുകളുടെ ദുഷ്പ്രവർത്തി കാരണമായി നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെടുന്നു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നരകത്തിൽ കിടന്ന് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങളെല്ലാം വെന്തു കരിയുകയാണ്. കാരണം വത്തഖുന്നാറല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറതു ഉഇദ്ദത് ലിൽ കാഫിരീൻ. ഇവിടെ കത്തിക്കപ്പെടുന്ന തീയുണ്ടല്ലോ, വെള്ളം ചൂടാകാൻ 100 സെൽഷ്യസ് ചൂട് വേണമെന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. ഏതെങ്കിലും ഇവിടത്തെ തീയിലിട്ടിട്ട് അടുപ്പിലിട്ടിട്ട് കല്ല് കരിക്കാൻ നിങ്ങൾക്ക് കഴിയോ മക്കളെ? ഇവിടത്തെ തീയിന് കല്ല് കരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ നരകത്തിൽ അല്ലാഹു തആല വിറകായി സ്വീകരിച്ചത് മനുഷ്യ ശരീരവും കല്ലുമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. തീ കൊണ്ട് കല്ലിനെ കരിച്ചു കളയാൻ 1.5 ലക്ഷം സെൽഷ്യസ് ചൂടുണ്ടായാലേ സാധിക്കുമെന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനമെങ്കിൽ, ആ ശക്തമായ ചൂട് കൊണ്ടിട്ട് ശരീരം മുഴുവനായി ചത്ത് അതാ കരിഞ്ഞു ചാമ്പലായി പോയി. അതിലൊരു വിഭാഗം ആളുകളുടെ മുഖത്തിനും ഹൃദയത്തിനും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലിക് അലൈഹിസ്സലാമിനെ ഇവരെ കണ്ടിട്ട് വല്ലാത്ത അത്ഭുതമാണ്. മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന മലക്കാട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വല്ലാത്ത അത്ഭുത ജീവികളാണ്. നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മുഖവും കരിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളാരാ? അപ്പോൾ അവരുടെ മറുപടിയാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ ഖുർആനുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം കരിയില്ല. ഞങ്ങൾ ഉതുവെടുത്ത മുഖമാണ്, അതുകൊണ്ട് മുഖവും കരിഞ്ഞു പോവുകയില്ല. മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾ ഖുർആന്റെ ആളുകളാണെങ്കിൽ റസൂലുള്ളാന്റെ ഉമ്മത്ത് മുഹമ്മദാണോ എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാനെ അവരങ്ങ് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരയുക. അതെ, നിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ്. ആ
മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. ചെറിയ ചെറിയ ഇബാദത്തുകളുടെ സ്വർഗം പ്രാപിക്കാനുള്ള അമലുകൾ നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ടും ഹതഭാഗ്യരേ, നിങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വന്നോ? ഈ കമന്റ് കൂടി കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹൃദയം പൊട്ടുകയാണ്. അവര് വിതുമ്പി കരയുകയാണ്. ഒരു ദിവസം മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിലൂടെ നടന്നു പോകുമ്പോ മാലിക് അലൈഹിസ്സലാം നരകക്കാരുടെ വിശേഷം പറയുകയാണ്. ഈ നരകത്തിൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ ഹൃദയം കരഞ്ഞിട്ടില്ല, മുഖം കരഞ്ഞിട്ടില്ല. ജിബ്രീൽ വന്നിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അവര് പറയുന്നു, അന്ന് മുതൽക്ക് ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാനിപ്പോ റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകക്കാരായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന, പക്ഷേ അതാ ചെയ്യാൻ പാടില്ലാത്ത വലിയ വലിയ പാപങ്ങൾ അവർ ചെയ്തു പോയി. ഉമ്മയെ ധിക്കരിച്ചു പോയി, പലിശ തിന്നുപോയി, യതീമിന്റെ സമ്പത്ത് ഭുജിച്ച കാരണത്താൽ വിരോധിക്കപ്പെട്ട വലിയ വൻ പാപങ്ങളും വീഴ്ചകളും അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അതിന്റെ തോതനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. അവര് പറയുന്നു, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സലാം റസൂലുള്ളാഹിക്ക് പറഞ്ഞേക്കുമോ? ഇത് കേട്ടിട്ട് ജിബ്രീൽ റസൂലുള്ളാഹിന്റെ അരികിൽ ചെല്ലുന്നു. റസൂലുള്ളാഹി റഫീഖുൽ അലയിലാണ്. ലോകത്തിന് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞത് അർ റഫീഖുൽ അലാ. ഇത് നബി തങ്ങളുടെ ഖുസൂസിയത്താണ്. നബിതങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. സമയം ദീർഘിപ്പിക്കുന്നത് കൊണ്ട്, ദീർഘിച്ചു പോകുന്നത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഫീഖുൽ അലയിൽ വന്നിട്ട് ജിബ്രീൽ ഇത് പറയുമ്പോൾ സഹിക്കാൻ കഴിയാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങ് കരയുന്നു, സുജൂദിൽ കിടക്കുന്നു. അല്ലാഹുവേ, ഞാൻ റഫീഖുൽ അലയിൽ സുഖലോലുപനായി ജീവിക്കുമ്പോഴും എന്റെ ഉമ്മത്ത് ഇപ്പോഴും നരകത്തിലുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരെങ്കിലും പടച്ചവനെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. ഇനി ഒരാളെയും വിശ്വാസികൾ അതിൽ കടത്തുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ് റസൂൽ ശുപാർശ ചെയ്യുമ്പോ വൻപാവികളായ ആളുകളെ പോലും നരകത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് മാഉൽ ഹയായിൽ മുക്കിയിട്ട് അവർക്ക് പുതിയ ജീവൻ കൊടുത്ത് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയെ വിളിക്കാൻ പാടില്ല, വഫാത്തായ റസൂലുള്ളാഹിയോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ്, കുഫറാണ്. ഹജ്ജ് ചെയ്ത ആളുകൾ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് അവിടുത്തെ ശഫാഅത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അവന്റെ ഹജ്ജ് ബാത്തിലാണെന്ന് പറയുന്ന ചില ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. അവരും ചെല്ലുന്നത് നാളെ റസൂലുള്ളാഹിന്റെ അരികിലേക്കാണ്. വംതാസുൽ മുജ്രിമീൻ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അവരെ, ഓ കുറ്റവാളികളെ, മാറി നിൽക്കൂ, എന്റെ ഹൗദിലേക്ക് നിങ്ങൾ അടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അട്ടിയോടിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ നമ്മൾ നല്ലപോലെ സ്നേഹിക്കണം, അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കണം, റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയണം, സ്വലാത്ത് നമ്മൾ ചൊല്ലണം. അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വേറെ ഒന്നുമില്ല. ഏത് അമലുകളും അല്ലാഹു സ്വീകരിക്കാം, അത് തള്ളപ്പെടാം. എന്നാൽ റസൂലുള്ളാഹിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ചൊല്ലിയ സ്വലാത്തിന്റെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നമ്മളെ നിസ്കാരത്തിൽ എന്തെങ്കിലും വൈകല്യമുണ്ടായാൽ ആ നിസ്കാരം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയി. നിന്ന് നിസ്കരിക്കേണ്ട ഒരു മനുഷ്യൻ ഇരുന്ന് നിസ്കരിച്ചാൽ അത് സ്വീകരിക്കൂല.
2-3 കിലോമീറ്റർ ഒക്കെ സൈക്കിൾ ചവിട്ടിയിട്ട് പള്ളിയിൽ വരുന്ന ചില ആൾക്കാര് പ്രിയപ്പെട്ടവരെ ഇരുന്ന് നമസ്കരിക്കുന്നവരുണ്ട്. രോഗമുള്ള ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് നിസ്കരിച്ചാലേ അവരുടെ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. നിൽക്കുന്നതിനും ഇരിക്കുന്നതിനും കൂലി വേറെയാണ്. അജ്റുൽ ഖായിദ് നിസ്ഫുൽ ഖായിം, നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി കൂലിയെ ഇരുന്ന് നമസ്കരിക്കുന്നവനുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിവില്ലാത്ത ആളുകൾ ഇരിക്കാം എന്ന് കരുതി അവരുടെ അമലുകൾക്ക് മാറ്റമില്ല. അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അല്ലാഹു തആല അടിമക്ക് കൊടുക്കുന്ന ആനുകൂല്യം. 1,00,000 രൂപ സാലറി വാങ്ങിയ ആള്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അയാള് റിട്ടയർഡ് ആയിട്ട് പോകുമ്പോൾ അയാൾക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ മാക്സിമം വന്നാൽ ഒരു 50 രൂപയാണ് അയാൾക്ക് പെൻഷൻ കിട്ടുക. അല്ലാതെ 1,00,000 വാങ്ങിയ ആ സാലറി എന്നെ പെൻഷൻ കിട്ടുമോ? അത് കിട്ടൂല. എന്നാൽ യുവത്വമുള്ള കാലത്ത് ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിച്ചു, അയാള് രോഗിയായി, അയാള് വാർദ്ധക്യ സഹജമായ അവസ്ഥയിലായി. അപ്പോൾ അയാളുടെ മനസ്സിങ്ങനെ മന്ത്രിക്കുന്നു, പഠിച്ചവനെ എനിക്ക് നിൽക്കാൻ കഴിവില്ല, പള്ളിയിലേക്ക് നടക്കാൻ കഴിവില്ല, ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അടിമകളെ കൊണ്ട് അല്ലാഹു തആല പറയാണ്, എന്റെ അടിമ ആരോഗ്യകാലത്ത് ചെയ്തിരുന്ന അതേ പ്രതിഫലങ്ങൾ വാർദ്ധക്യമായതുകൊണ്ടോ രോഗിയായതുകൊണ്ടോ ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ നിങ്ങൾ അദ്ദേഹത്തിന് മുടക്കം വരുത്തല്ല. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, ചുരുക്കപ്പെടാത്ത വേതനം, പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകപ്പെടുകയാണ്. പറഞ്ഞുകൊണ്ട് വരുന്നത്, ഏതെങ്കിലും ഡിമാൻഡുകൾക്ക് ഭംഗം വന്നാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ അവിശ്വാസിയായ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ ഐഹികമായ ഗുണം അവന് ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയത് 2-ാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവിയാണ്. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ ഒരിക്കലും തന്നെ ഖായിബാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്ന മൗലീദിന്റെ ഈരടികളെന്ന് നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹിയെ പരാമർശിക്കുന്ന എല്ലാ വാക്കും സ്വലാത്താണെന്ന് അതിന് ഡെഫിനിഷൻ നൽകിയത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവാണ്. അല്ലാഹുവിനെ പരാമർശിക്കുന്നതെല്ലാം ദിക്റാണ്. നബി തങ്ങളുടെ മഹത്വമായി പരാമർശിക്കുന്നതെല്ലാം സ്വലാത്താണ്, സലാമാണ്. അതുകൊണ്ട് മൗലീദ് ചൊല്ലിയാൽ അത് സ്വലാത്താണ്, സലാമാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പുതുശ്ശേരിക്കോട്ടയിൽ മാത്രമാണ് മൗലീദിന്റെ സദസ്സ് ഇത്ര ശോഷിച്ചു പോയത് എന്ന ഒരു ഖേദം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ചിന്നക്കടയില് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. തുടക്കത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് മൗലീദിന്റെ സദസ്സിൽ അവിടെ ഇരിക്കുമ്പോ ചിന്നക്കട പള്ളിയിൽ 5 സ്വഫ് ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, 5 സ്വഫ്. ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയാണ് ഈ വാക്ക് പറയുന്നത്. പക്ഷെ നമ്മളെ പള്ളിയിൽ മൗലീദ് ഓതുമ്പോ 4 ആളും പുതിയാപ്പിളി മാത്രം ഉണ്ടാവും, ആരുമില്ല. വളരെ ഖേദകരം. ഇത് നമ്മുടെ മുൻഗാമികൾ സ്ഥാപിച്ച സദസ്സാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ പ്രതിഫലം ഭയങ്കരമാണ്. അൻ-നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കിതാബുണ്ട്. അതിൽ മൗലീദിന്റെ മഹത്വം മാത്രം പരാമർശിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മൗലീദ് കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ 30 വരെയുള്ള മൗലീദിന്റെ സദസ്സുകളിൽ എല്ലാ ആളുകളും പരമാവധി പങ്കെടുക്കണം. നമ്മളെ കൊട്ടുകാട് ജമാഅത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കി, അവിടെയും ആ മൗലീദിന്റെ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് നമുക്ക് എന്താണ് പണി? ഒരു പരിപാടിയില്ല, വെറുതെ ഇങ്ങനെ പോയിട്ട് ബടായി ഇങ്ങോട്ട് പറഞ്ഞ അങ്ങ് വൈറ്റ് ഹൗസ് മുതൽ പുതുശ്ശേരിക്കോട്ട വരെയുള്ള എല്ലാ ചർച്ചയും നമ്മുടെ സദസ്സിൽ വരും, അല്ലേ? ബടായി ഇങ്ങനെ പറയുന്ന ഈ പറഞ്ഞ ബടായി കൊണ്ട് വല്ല ഗുണമുണ്ട്? നമുക്ക് പാപം കൂടുക എന്നല്ലാതെ എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളത്?
അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളോട്, ചെറുപ്പക്കാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ കഴിവിന്റെ പരമാവധി മൗലീദിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കുചേരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചെറിയ ഒരു സംഗതിയല്ല. മദീനത്തെ പള്ളിയിൽ രണ്ടാമത്തെ ഒരു മിമ്പറ നബിതങ്ങളുടെ പേരിൽ മഹത്വം പറയാൻ വേണ്ടിയായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമ്മൾ കാണുമ്പോൾ അതിന് കൊടുത്ത അംഗീകാരം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിന്റെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയില്ല, ഖുർആനിന്റെ എല്ലാ ഭാഗവും റസൂലുള്ളയാണ് പരാമർശം. നബിതങ്ങളുടെ ജീവിതം, അവിടുത്തെ യുദ്ധം, അവിടുത്തെ കുടുംബം, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ മൗനം, അവിടുത്തെ ദുഃഖം, അവിടുത്തെ സന്തോഷം, നബിതങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഖുർആൻ. മൗലിദ് എല്ലാം പാടില്ല എന്ന് പറഞ്ഞ പിന്നെ ഖുർആൻ ഓതാൻ പാടില്ല എന്ന വാക്കിന് തുല്യമാണ് ആ വാദം. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയല്ല. അതുകൊണ്ട് നമ്മൾ മൗലിദ് ചൊല്ലണം പരമാവധി. ഈ റബീഉൽ അവ്വൽ മാസം കഴിയുമ്പോ നമ്മുടെ വീടുകളിൽ മൗലിദ് ചൊല്ലാത്ത ഒരു സദസ്സ് രൂപപ്പെടുത്താത്ത ഒറ്റ വീടുണ്ടാകാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ മുസ്ലിയാർക്ക് വല്ല കിട്ടാൻ വേണ്ടിയാണ്. അല്ല, നിങ്ങൾ ആരും എന്നെ വിളിക്കണ്ട, നിങ്ങൾ ചെല്ലിയാൽ മതി. അങ്ങനെ വിചാരിക്കാലോ മനുഷ്യന്മാർ. അതിനുവേണ്ടി പറയല്ല. നമ്മളെ കമ്പനിയിലും സ്ഥാപനത്തിലും വീടുകളിലും. കാരണം ഈ സന്തോഷത്തിന്റെയൊക്കെ കാരണക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മളെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഇസ്റാവും മിറാജും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അങ്ങുണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ല നബിയെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമുക്കൊക്കെ സന്തോഷത്തിന് കാരണക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഗീതങ്ങൾ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ മുൻകാലക്കാരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മഹിതമായ ഒരു പാരമ്പര്യമാണ്. അവർ ചെയ്യാത്ത ഒരു അമല് നമുക്ക് ചെയ്തിട്ട് സ്വർഗത്ത് പോകാനില്ല. അവർ ചെയ്ത അമല് മുടക്കിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കതിലൊരു ഗുണവും ഇല്ല. അതുകൊണ്ട് ആ ഒരു പഴയ പാരമ്പര്യത്തിൽ തന്നെ അടിയുറച്ചു നിന്ന് നമ്മുടെ ദീനിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും എണീറ്റ് നിൽക്കുക. ഒരല്പം മൗലീദ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമുക്ക് ഈ സദസ്സ് പിരിയാം. അല്ലേ? ഇരുന്നോളി, വയസ്സന്മാരൊക്കെ ഇരുന്നോളി, പ്രശ്നമില്ല. ആണോ? الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي يا سيدي خير النبي يا سيدي خير النبي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي أنت منينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي
الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتاب يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ الملك الجبار അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെയും സലാമുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ പടച്ചവനെ ഈ സദസ്സിന്റെ മഹത്വവും പ്രതിഫലവും നിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ അല്ലാഹുവേ പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ ഞങ്ങളുടെ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനെ ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ റഹ്മാനെ ഈ സ്റ്റേജ് ഇവിടെ സംഘടിപ്പിക്കാൻ അധ്വാനിച്ച എല്ലാ കരങ്ങൾക്കും നീ ശക്തി പകരണേ റഹ്മാനെ സാമ്പത്തികമായി സദഖ ചെയ്ത എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് പടച്ചവനെ ഈ മജ്ലിസിന്റെ സന്തോഷവും പ്രതിഫലവും നീ എത്തിക്കണേ റഹ്മാനെ ജീവിതത്തിൽ ആരെങ്കിലും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കാരണമായി ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ നിന്റെ റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ശിക്ഷയെ നീ ഉയർത്തിക്കളയണേ റഹ്മാനെ അല്ലാഹുവേ അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അല്ലാഹുവേ അവിടുത്തെ ചാരത്ത് ചെന്ന് സലാത്തും സലാമും ചൊല്ലി സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ അവിടുത്തെ സുന്നത്തിനോട് ഞങ്ങൾക്ക് ആഭിമുഖ്യം നൽകണേ റഹ്മാനെ അല്ലാഹുവേ ഈ സംരംഭങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ അല്ലാഹുവേ വളരെ ഐക്യത്തോടെ സമാധാനത്തോടുകൂടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് സൗമ്യതയിൽ നീങ്ങുന്ന നാട്ടുകാർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ മണിക്കൂറുകളോളം ഈ സദസ്സിലിരുന്ന ഉമ്മമാരുടെ ഓരോ കാൽപ്പാടങ്ങൾക്കനുസരിച്ച് അവരുടെ എല്ലാ പാപങ്ങളും പുറത്ത് ദറജയെ നീ ഉയർത്തണേ അല്ലാഹ് ഈ സദസ്സിൽ വന്നിരിക്കാൻ ഞങ്ങൾക്ക് കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ പള്ളിക്ക് വേണ്ടി ദർസിന് വേണ്ടി മദ്രസക്ക് വേണ്ടി ഈ മജ്ലിസിന് വേണ്ടി പടച്ചവനെ സംഭാവന നൽകിയ സദഖ നൽകിയ എത്രയാളുണ്ട് എല്ലാവരെയും നിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ ശഫാഅത്ത്
കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആ സ്വർഗത്തിന്റെ ചടങ്ങിന് ഞങ്ങളെയും നീ സാക്ഷികളാക്കണേ റഹ്മാനെ. വിശാലമായ സ്വർഗീയ ലോകത്ത് ഞങ്ങളെയും ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.